വ്ളോഗായിട്ടാണ് വന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അറബിക് ബട്ടർ റൈസ്. എൻ്റേതായിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ കുറച്ച് അവിടെയും ഇവിടെയും നമ്മളെ പിൻട്രസ്റ്റൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടി കുറച്ച് റെസിപ്പീസൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി വളച്ചൊടിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഫസ്റ്റായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റിങ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോപ്ഡ് ഗാർലിക്കും ചോപ്ഡ് ഒനിയനും നമ്മളെ വലിയ ഉള്ളിയിൽ അതും കുറച്ച് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. എത്രയാണോ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് സോൾട്ട് ഇട്ടു, പെപ്പർ, പിന്നെ കോൺഫ്ലവർ. നമ്മൾ ചിക്കനിലേക്ക് ഇതിന് മസാല മിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഇത് ഈ റെസിപ്പിയിലേക്ക് വേണ്ട ഒരു സാധനമാണ് അറബിക് മസാല. അതാണ് ഇതിലേക്ക് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അറബിക് മസാല ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പീസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അറബിക് മസാല ഇട്ടതിൻ്റെ ശേഷം കുറച്ച് സുർക്ക വിനീഗറും കൂടി ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യാം. നമ്മൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് നിരടുക അങ്ങനെ ഇതാക്കിയിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടൈപ്പാക്കിയിട്ടാണ് ചിക്കൻ എടുത്തത്. ബോണുള്ള പീസും ഉണ്ട്, പിന്നെ നല്ല ചെറിയ ക്യൂബായിട്ടുള്ള പീസും ഉണ്ട്. എന്തിനാന്ന് വെച്ചാൽ ബോണുള്ള പീസ് നമുക്ക് മെയിനായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ വലിയ പീസ് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ. പിന്നെ ചെറിയ പീസ് എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ ഇടയിൽ റൈസിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ പീസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ 2 ഇതിലാക്കിയിട്ട് ഇട്ടത്. അപ്പോൾ അതൊക്കെ നല്ല ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ബട്ടറിലാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. എത്രയാണോ നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ബട്ടറിൻ്റെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യണേ. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബട്ടർ നമ്മൾ പാനിലേക്ക് ഇടുമ്പം പാൻ നല്ല ഹോട്ടാവാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബട്ടർ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം റെസിപ്പീൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ചേഞ്ച് ആവും. അപ്പോൾ അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല കുക്ക് ചെയ്തെടുക്കാം. ഈ ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഈ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് എങ്ങനെയാണോ ബട്ടർ പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം ബട്ടർ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അങ്ങോട്ട് അവിടെ സൈഡിൽ റെഡി ആവട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഫ്രൈഡ് റൈസോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ ഇതിൽ നമുക്ക് ബട്ടർ റെസിപ്പിയാണല്ലോ, അപ്പോൾ ബട്ടറാണ് ഇതിൽ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം വെച്ചതിന് ശേഷം തിളയ്ക്കുന്നതിന് മുന്നായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു മാഗി ക്യൂബാണ്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിച്ചതല്ല, ഫുള്ളായിട്ട് ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ല തിളക്കിയിട്ട് അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്, അതിൽ ഉപ്പുണ്ട്, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം അതിനനുസരിച്ച് വേണം ഉപ്പ് കാര്യങ്ങളൊക്കെ ഇടാൻ. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് റൈസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ സൈഡിൽ ഇങ്ങനെ റെഡിയായി കുക്കായി സെറ്റായി കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ബ്രൗണിഷ് ആയിട്ട് നല്ല ഡ്രൈ ആക്കി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു നോർമൽ ലെവലിലുള്ള കുക്കിങ് മതി. ചിക്കൻ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല റൈസിൻ്റെ റെസിപ്പീസും പാസ്തൻ്റെതും ഫ്രൈഡ് റൈസിൻ്റെതും അങ്ങനെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ചിക്കൻ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഇനി മസാല റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ വേറെ ബട്ടറോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സെയിം പാനിലേക്ക് കുറച്ച് ഗാർലിക്കും ചോപ്ഡ് ഗാർലിക്കും ജിഞ്ചറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു കുത്തൽ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് പിന്നെ
എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല സോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് ഒരു ഒനിയനാണ്, ഒരു ഒനിയന് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം അതും നല്ല കുക്കാവട്ടെ. ഒരു ഗോൾഡൻ കളറിലേക്ക് ലൈറ്റ് ഷെയ്ഡിലേക്ക് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങളിൽ ഫുള്ളായിട്ടുള്ള കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേമാതിരി ഇട്ട് കൊടുത്തിട്ട് നല്ല സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ആണ് ഫസ്റ്റ്, അത് കുറച്ചൊക്കെ കൂടി കുക്കാവണമല്ലോ, അപ്പം ഫസ്റ്റ് ക്യാരറ്റാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളേഴ്സും യൂസ് ചെയ്യാം, റെഡോ ഗ്രീനോ ഏത് വേണമെങ്കിലും. എൻ്റെ ഇപ്പം ഗ്രീൻ ചെയ്യുന്നു ഉണ്ടത്, അപ്പം ഞാൻ ഗ്രീനും ക്യാപ്സിക്കാണ് എടുത്തത്. അപ്പം അതൊക്കെ എടുത്തിട്ട് നല്ലൊന്ന് കുക്കാവട്ടെ. വെജിറ്റബിൾസും എല്ലാം ഒന്നും നല്ല മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ അറബിക് മസാല, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടറും അറബിക് മസാലയാണ്. അപ്പം അത് രണ്ടും ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ അതിലേക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് കുറച്ചിട്ടിട്ടുള്ളൂ, മാഗി ക്യൂബിലും ഉപ്പുണ്ടാവും, അപ്പം അതും ശ്രദ്ധിച്ചിടുക. പിന്നെ കുറച്ച് കുരുമുളക് പോരാന്ന് തോന്നിയപ്പം, എരിവ് പോരാന്ന് തോന്നിയപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല സോട്ട് ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രം മാറ്റി, കാരണം നമുക്ക് ഇനി ചിക്കനും റൈസും ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം കുറച്ച് വലിയ പാത്രം തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്ത് മസാലയും ചിക്കനൊക്കെ നല്ല അങ്ങോട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണം, ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാല ലെയർ സെറ്റാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഒരു 85% കുക്കായാൽ മതി, നമുക്ക് ദം ഇടാനുള്ളതാണ്. അപ്പം അത് ആ ലെവലിൽ കുക്കായി എടുത്താൽ മതി. അതിൻ്റെ മേലേക്ക് ഓരോ ലെയർ ആക്കിയിട്ട് അറബിക് മസാല ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ദം വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരാനുണ്ട്, ആ അറബിക് മസാലേൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരാനുണ്ട്. എന്നിട്ട് പിന്നെ ഒന്നും നോക്കാനില്ല, സെർവ് ചെയ്യുക, കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടറും കൂടി മേലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ബട്ടറിൻ്റെയും ആ അറബിക് മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ വീണ്ടും പറയുന്നു, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.